ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സംഭവം ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുനാളിൽ മുതലേ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഒരു സന്തോഷമാണ്, അടുത്ത വർഷം ആവുന്നു അങ്ങനെയൊക്കെ ഒരു രീതിയിൽ. പിന്നെ കൊച്ചിലേക്ക് ഞാൻ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഫ്രണ്ടിൽ ചെറിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി, ഉണ്ണിയേശിനൊക്കെ ഉണ്ടാക്കി, ഒറ്റയ്ക്ക് ഇരുന്ന് കളിയൊക്കെ ആയിരുന്നല്ലേ. ഇപ്പം അമ്മയും സപ്പോർട്ടാണ് കേട്ടോ അതിനൊക്കെ. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ വർഷമൊന്നും ഞാനിങ്ങനെ പുൽക്കൂടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ 3 പേരും കൂടി ചേർന്ന് ഇത്തവണ ചെറിയൊരു പുൽക്കൂടും ചെറിയൊരു ക്രിസ്മസിൻ്റെ എന്താണ് ഒരു ക്രിസ്മസ് ട്രീ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട സാധനമാണ് ട്രീ. എൻ്റെ അടുത്ത് വന്നതിൻ്റെ അന്ന് തൊട്ട് പറയുകയാണ് ക്രിസ്മസ് ആവാറായി, ട്രീ വാങ്ങണം. ഞാൻ പറഞ്ഞു പൊന്നു നമുക്ക് എങ്ങനെയെങ്കിലും വല്ല ഇലയൊക്കെ വെച്ച് ഉണ്ടാക്കി ട്രീ വാങ്ങിയേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി. എന്നിട്ട് അതിനെ ഒന്ന് സെറ്റൊക്കെ ചെയ്ത് പറ്റുമെങ്കിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനും ഒരു തീരുമാനമുണ്ട്. ഉണ്ടാക്കണോ വാങ്ങണോ നോക്കാം. അപ്പം നമ്മൾ പോയി വാങ്ങിയിട്ട് വരട്ടെ അമ്മ. ശരി. കൊച്ചിലെ അമ്മ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടോ? കൊച്ചിലെയൊക്കെ കോവളത്തെ ആസ്വദിച്ചിട്ടുണ്ട്. അല്ലേ, നല്ല രസമായിരുന്നല്ലേ? അത് കൊട്ടി വരണ കണ്ടിട്ടില്ലേ? അമ്മ കൊട്ടി വരണമെന്ന് പറഞ്ഞാൽ മറ്റേ എന്തിനാണ് അത്? കരോള്. ഞാനും പറഞ്ഞു കരോള്. കൊച്ചിലെ ഞാനും നൈറ്റിയൊക്കെ ഇട്ട് കരോള് കളിച്ചിട്ടുണ്ടായിരുന്നു. ചുവന്ന നൈറ്റിയൊക്കെ ഇട്ട് കരോള് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ സംസാരിക്കില്ല, നമുക്ക് നേരെ ഷോപ്പിങ്ങിനായിട്ട് നമുക്ക് ഇറങ്ങാം. ഞങ്ങളങ്ങനെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ആറ്റിങ്ങലിൽ ഈ ഇടയ്ക്ക് കല്യാണത്തിനായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വന്നപ്പോഴേ ഞാൻ കണ്ട നമ്മുടെ ബഡാ ബസാറിലാണ് ഇപ്പോഴും നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി വന്നത്. എന്തായാലും സംഭവം കൊള്ളാൻ കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എനിക്ക് എന്തെന്ന് അറിഞ്ഞൂടാതെ ഏത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. അതൊക്കെ പൊന്നു എല്ലാം മേടിക്കുന്ന കട മൊത്തം പിന്നെ നമുക്ക് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. ഒരുപാട് സ്റ്റാറും കാര്യങ്ങളുണ്ട് കേട്ടോ. ലൈറ്റ് ഉള്ളത് വാങ്ങിയാൽ മതിയാ. നല്ല മോഡലില് മറ്റേ ലൈറ്റ് കത്തണതും മറ്റേ പേപ്പർ സ്റ്റാറും അടിപൊളി. ഒരു സ്റ്റാർ അവിടെ കിടക്കണം, ഭയങ്കര വലിയൊരു സ്റ്റാർ. എന്റെ അത്ര കാണും ആ സ്റ്റാർ. അതല്ലേതല്ല ഒരു സ്റ്റാർ കാണിച്ചില്ല ഭയങ്കര ഓവർ തള്ളറേ. ഞാൻ കാണിച്ചതാ. ഈ സ്റ്റാറിനെ പറഞ്ഞ ഓറഞ്ചിനെയാണ് അവർ പറയുന്നത് അത്ര വലിയ സ്റ്റാറൊന്നും, അത്ര വലിയ സ്റ്റാറൊന്നും അല്ല. അത് ആവശ്യത്തിനുള്ള വലിപ്പം ഉണ്ട് ഗൈസ്. സംഭവം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളായിരിക്കണ്ടേ. ഇതാണ് ഡെക്കോർ ഐറ്റംസ് തന്നെ. അപ്പൊ ഇതെല്ലാം ഡെക്കോർ ഐറ്റംസ് ആണ്. നമുക്ക് ആദ്യം പോയേ ക്രിസ്മസ് ട്രീ ഒന്ന് നോക്കിട്ട് വരാം. ക്രിസ്മസ് ട്രീ ഇപ്പൊ നല്ല തിരക്കുണ്ട് ഇവിടെ, ആൾക്കാര് ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് വൈകിട്ട് വന്നപ്പോഴും ഇതേ കണക്ക് തിരക്കുണ്ടായിരുന്നു. സംഭവം നമുക്ക് ട്രീ വാങ്ങണം. അതുകൊണ്ട് ആ ട്രീ തരുന്ന ആള് അതിനിടയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് ലൈറ്റ് ഇടാൻ നിൽക്കണമെന്ന് അറിയാൻ വയ്യ. ലൈറ്റ് ഇടാൻ നിൽക്കുകയാണ്. ചെറിയ ട്രീ ആണേ. ചെറിയ ഏതെങ്കിലും ട്രീ. ഈ ട്രീ ഉള്ള അങ്ങനത്തെ എന്റെ അത്ര ഹൈറ്റ് ഇല്ല. നമുക്കാണ് ഈ പൂക്കുറ്റി പോലത്തെ പോലെ. ഇതാവുമ്പോ എന്റെ അത്ര ഹൈറ്റ് വരും. അല്ല നമുക്ക് ഈ പൂക്കുറ്റി പോലുള്ളത് പോലെ ഇത് കൊള്ളൂല. നമുക്ക് നോർമൽ മറ്റേ ട്രീ എടുത്താൽ മതി. സാധാ ട്രീ ഇല്ല, അതെടുത്താൽ മതി. പൊന്നുവിന്റെ ആഗ്രഹപ്രകാരം അങ്ങനെ നമ്മള് ഈ ഇത്രയും എന്റെ വലിപ്പമുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് നമ്മള് വന്ന കല്യാണം കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ക്രിസ്മസ് ട്രീ വാങ്ങണം. അങ്ങനെ കാല് പിടിച്ച അവസാനം ഞാൻ എന്നെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ച്. അതെത്ര വേണം? 2 പീസ് മതി. 2 പീസ് ഡോറിനിടാനാ? ഇതിന്റെ അകത്ത് ചുരുട്ടി ഇതിൽ ചുറ്റേണ്ട ആവശ്യമില്ല. ഏത് ചുറ്റണോ? ഡെക്കറേഷൻ ഐറ്റംസ് മറ്റേ കർട്ടന്റെ അവിടെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട്. നമ്മള് കഴുത്തിയിടാനുള്ള മാല റെഡിയായി. നമ്മൾ ഇത്ര എടുത്ത് ചെറിയൊരു പുൽക്കൂട് വാങ്ങാൻ വേണ്ടി വന്ന, അല്ല മറ്റേ അത് വാങ്ങാൻ വന്ന, ക്രിസ്മസ് ട്രീ വാങ്ങാൻ വന്ന എന്നെ കൊണ്ട് ആ പുൽക്കൂട് വെച്ച് അടുപ്പിച്ച്. ഞാൻ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് സമ്മതിക്കില്ല കേസ്. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ 2 പ്രാവിനെ കോഴിയൊക്കെ മേടിച്ച് ഇതിനകത്ത് വളർത്താനുള്ള പരിപാടിയാണ്. പുള്ളിയും പറഞ്ഞ അതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് പ്രാവിനെ നമുക്ക് എന്തായാലും ഇതൊക്കെ വാങ്ങാം കേട്ടോ. ഇത് കൊള്ളാല്ലേ? ഇതിന് മറ്റേ ഇത് വരൂലേ പച്ച, അത് മാത്രം ഇട്ടാ അതില്.
അതെന്തോന്ന് ചെറിയ ബെല്ല് നേരത്തെ വേറെന്തിനാ മണിയും കൂടെ മേടിച്ചു കേട്ടോ വില വലിയ ഓവറായിട്ടില്ല, എല്ലാം സാധാരണ നോർമലി വില മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് സംഭവം വേണം. 2 ചെണ്ടയും കൂടെ എടുത്തോ. ഇത് വേണ്ടേ? ചെറിയ സ്റ്റാർ വേണം, പിന്നെ ഇത് വേണം. ഇതൊരെണ്ണം മതി. പള്ളിയില്ല ക്രിസ്മസ് അപ്പൂപ്പനെ വേണ്ടേ പൊന്നു? ഞങ്ങളൊരു അപ്പൂപ്പനെ മേടിച്ചിട്ടുണ്ട്. ചെറിയ ക്രിസ്മസ് അപ്പൂപ്പനെ ഇടാം, അതാവുമ്പോ നമുക്ക് പൈസ കുറഞ്ഞേക്കല്ലേ ക്രിസ്മസ് ട്രീയിൽ ഇടാൻ പറ്റും. ഇത് അങ്ങ് ഞാൻ കണ്ട് ക്രിസ്മസ് അപ്പൂപ്പൻ ആ സൈഡിൽ ഇവിടെ ചെറിയ ഇതാ കിടക്കുന്നു ക്രിസ്മസ് അപ്പൂപ്പൻ. അപ്പൂപ്പന്മാരെ ബഹളം തന്നെ കേട്ടാ. അത് മതി. ഇത് നീ വാങ്ങിയല്ലോ, ഇതാ ഉണ്ട് ഇതിനകത്ത്. ഉണ്ടോ? അപ്പൊ ഉണ്ട്. ഒരെണ്ണം മതിയാ? ഒരെണ്ണം മതി. പുൽക്കൂടിന്റെ അവിടെയൊന്നും വെക്കണ്ടല്ലോ? അല്ല, പുൽക്കൂട്ടിൽ വെക്കണ്ട. ഇത് എടുത്താലോ ഒരെണ്ണം. ഏതാണ്? ചെണ്ടമേളം മേടിച്ചു. ഞാൻ മാറ്റിയത് ഇല്ല, അതായിരിക്കും. ഇല്ല, അതില്ല. ഇത് മിക്സ് ആയിട്ടുള്ളതുണ്ട്. അത് മിക്സ് ആയിട്ടുള്ള എടുത്തത് ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യാൻ വേണ്ടി. ഇത് വേണ്ടല്ല, ഈ മറ്റേ ക്യാൻഡിൽ ഇല്ലേ, അതെടുക്കണം. ഇല്ലെന്ന് തോന്നുന്നു. ക്യാൻഡിലുണ്ട്. ഇവിടെ നേരത്തെ ഒരാളെ ലൈറ്റ് കത്തിച്ചായിരുന്നു. അതാണ്ട് ചെറുതേ ഉള്ളു. അത് മതി. ഇതല്ലേ കൊള്ളാല്ലേ? വേണ്ട. കുതിര ചാറ് വെള്ളം കണ്ട നിൽക്കും കുതിര. നമുക്ക് ഞാൻ മറ്റേ ലൈറ്റ് വെക്കും. നമ്മൾ ലൈറ്റൊക്കെ നോക്കിയിട്ട് കൊള്ളാമോ? കൊള്ളാം. ഇത് എടുക്കട്ടാ? ഇതോ നല്ല സംഭവം, നല്ല രസം. ലൈറ്റ് എന്നും എനിക്ക് വീക്ക്നെസ് ആയിരുന്നു. മൾട്ടി 12 സ്റ്റാർ, 6 ചെറുതും 6 പേര്. 12 സ്റ്റാറോ? ഇതെങ്ങനെ റേറ്റ് വരുന്നത്? 295. അതിനെക്കാട്ടി കൈ ഇരിക്കണ കുറച്ചും കൂടി നല്ല വെട്ടമുണ്ട്. ഇതല്ലേ? ഇത് ചേട്ടാ, നമ്മളെ വേറെ സാധനം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് നോക്കി വെച്ചാ? അത് പോയെന്ന് തോന്നുന്നു. ഇല്ലതാ, ഇതാണ്. ഇങ്ങനത്തെ കളർ ലൈറ്റുകൾ വേണ്ട, മറ്റേ വൈറ്റിൽ പറഞ്ഞത് മാത്രം മതി. വാം ലൈറ്റ് മാത്രം മതി. ഇതിന്റെ റേറ്റ് എങ്ങനെയാ പറഞ്ഞു? ഗൈസ്, നമുക്ക് ലൈറ്റൊക്കെ നോക്കി, നമ്മൾ ഈ ലൈറ്റൊക്കെ നോക്കി കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നിട്ട് വരാം കേട്ടാ. എനിക്കിതാ കണ്ട വെപ്രാളം വരും. അതുള്ളൂല്ല. കൊള്ളാമോ? നമുക്ക് എന്താ അസുഖം വന്നോളൂ. ഇതെന്തായാലും 1 രൂപ മേടിക്കാം. അത് മറ്റേ എഴുതിയിട്ടില്ലാത്ത വാങ്ങിക്ക്. ഇതെടുക്ക്. ഇത് ചെറുത് കുഞ്ഞുങ്ങൾ കൊള്ളയാളെ. ഇത് കുഞ്ഞുങ്ങൾ കൊള്ളാം. ഇത് കേട്ടോ വെച്ചാണ് മുഖത്ത് വെച്ചുകൂടാ. ചെറിയ തൊപ്പി മേടിച്ചാലേ ഭയങ്കര പൈൻ തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കാറ് ക്രിസ്മസ് പരിപാടിക്ക്. ചെറിയ ക്രിസ്മസ് പോവാണ്. അങ്ങനെ ഞങ്ങളെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നെഞ്ചെടുപ്പും ബഹളമാണ് ഇവിടെ. കാരണം ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഇനിയിപ്പോൾ എത്ര രൂപയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നോക്കട്ടെ, അറ്റാക്ക് വരും. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ. എന്നാലും അതിന് വിലയുണ്ട്.
മറ്റേ വർഷത്തിൽ ഒരിക്കൽ വരണ ക്രിസ്മസ് അല്ലേ? വർഷത്തിൽ ഒരിക്കൽ വരണമെന്ന് പറഞ്ഞ ഒരു ചെറിയ ട്രീ വാങ്ങാൻ ഇറങ്ങി എന്നെ കൊണ്ട് നിന്റെ അത്ര പൊക്കമുള്ള ട്രീ വാങ്ങി അത് വൺ ടൈം യൂസ് അല്ല ഗൈസ്, നമുക്ക് എപ്പോഴും വേണം യൂസ് ചെയ്യാം. എല്ലാ ദിവസവും എല്ലാ വർഷവും യൂസ് ചെയ്യാതെ. എന്തായാലും ബില്ലടിച്ചിട്ട് നോക്കട്ടെ. ഇവിടെ ഇനി അരിയാട്ടാൻ പറ്റൂല, അങ്ങനെയുള്ള ജോലിക്ക് നിൽക്കാൻ പറ്റില്ല. ആകെ ഇവിടെ ജോലിക്ക് നിൽക്കാനുള്ള പരിപാടി പറ്റുള്ളൂ. എന്തായാലും അതിനൊന്നും നിൽക്കാത്ത രീതിയിൽ വാങ്ങണം അല്ലേ. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങി ക്രിസ്മസ് അപ്പൂപ്പനും പുൽക്കൂടും എല്ലാം സെറ്റായിട്ടുണ്ട് ഗെയ്സ്. ഇതിപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വൈകിട്ട് 5 മണിക്ക് ഞാൻ ഇങ്ങോട്ട് എത്തിയതാണ്. പോയിട്ട് വരെ ചേട്ടാ ഇത്തിരി വയ്ക്കൂല. അപ്പോൾ അവിടെ നമ്മുടെ ബ്രോയും ഞങ്ങളെല്ലാം കൂടെ സെറ്റാക്കിയിട്ട് വീട്ടിലോട്ട് പോയാണ്. ഇന്നലെ കല്യാണം ആവാറ കേട്ടോ. കല്യാണത്തിന് ഇന്ന് വയനാട്ടിൽ പോകണമെന്നുണ്ട്. എവിടെ അത് വേണ്ട ഇത് ഇത്രയും മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഇങ്ങനെ എനിക്ക് ക്രിസ്മസ്, ഞാൻ ഇതിന് മുന്നേ ഗൾഫിൽ വെച്ചിട്ടാണ് ക്രിസ്മസ് നല്ല രീതിക്ക് പള്ളിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് പള്ളിയിലൊക്കെ പോയിട്ട് ആഘോഷിച്ചിട്ടുള്ളത് ആ സമയത്തായിരുന്നു. അല്ലാതെ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുമായിട്ടാണ് ഞാൻ ഫസ്റ്റായിട്ട് പുൽക്കൂടും ഈ ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുന്ന സംഭവം ഞാൻ പുറത്ത് ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റെ ആരെങ്കിലും വീട്ടിലോ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ സ്വന്തമായിട്ട് ഞങ്ങളും വാങ്ങി. ചെറിയൊരു സന്തോഷം. സാധനങ്ങൾ വാങ്ങി. ഞാനും ഫസ്റ്റ് ടൈമാണ് വാങ്ങിയത്. എൻ്റെ വീട്ടിലും കാലങ്ങളായിട്ട് എനിക്കൊന്ന് 5-6 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറാണ് ഇപ്പോഴും ഈ വർഷവും ഇട്ടത് എൻ്റെ വീട്ടിൽ. അപ്പൊ നമ്മളെ വീട്ടിലും ക്രിസ്മസിന്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വർഷങ്ങളായി. ഒരു സ്റ്റാറൊക്കെ വാങ്ങിച്ച എൻ്റെ വീട്ടില് ക്രിസ്മസ് തീരണേന്റെ അന്ന് ഊരി കവർ കെട്ടി അത് തട്ടിലുണ്ട് കയറ്റും, പിന്നെ അടുത്ത വർഷം എടുക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ചിന്തിക്കുന്ന സാധനമാണ് LED സ്റ്റാറേ. വെളിയിൽ നിന്ന് ഓരോരുത്തരുടെ വീട്ടിൽ കാണാൻ കൊള്ളാം, പല കളറിൽ. അതാകുമ്പം ബൾബും മാറ്റണ്ട, ഒന്നും മാറ്റണ്ട, അങ്ങനെ പല കളറിൽ കത്തുമല്ലോ. അത് കണ്ട് ഞാൻ എല്ലാ വർഷവും വിചാരിക്കും മേടിക്കണം. അവസാനം നമുക്ക് ഈ ഒരു സമയമായപ്പോഴാണ് എന്തോ കല്യാണം കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ ഒരു ഫാമിലി ആയല്ലോ നമ്മള്. അപ്പം പിന്നെ ഇനി നിങ്ങൾക്ക് എല്ലാം സെലിബ്രേറ്റ് ചെയ്യാമല്ലോ, കാരണം നമ്മളൊരു ഫാമിലി ആയല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും ഉണ്ടല്ലോ കൂടെ. അപ്പം നിങ്ങൾക്ക് എല്ലാ ആഘോഷങ്ങളും ഇനി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഷോപ്പിംഗ്. ഒന്നാമത്തെ കാര്യം എനിക്ക് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ സാധനം തന്നെ നമുക്ക് ഇനി ഉപയോഗിക്കാമല്ലോ. സ്റ്റാറും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ നമുക്ക് വൺ ടൈം യൂസ് അല്ലല്ലോ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫല്ലേ. യെസ്. ക്രിസ്മസിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച്, സാധനങ്ങൾ മീൻസ് നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാനും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും മേടിച്ചിട്ട് ഒരാഴ്ചയായി. ആ മേടിച്ചതിൻ്റെ പിറ്റേന്ന് ഇദ്ദേഹം പനി പിടിച്ച് ഹോസ്പിറ്റൽ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും സെറ്റായത്. ഇന്ന് അമ്മക്ക് പുൽക്കൂട് കെട്ടാം. പണ്ട് ഞാൻ പുൽക്കൂട് വാങ്ങാനായിട്ടല്ല പോയത്. ക്രിസ്മസ് ട്രീ പുള്ളിക്കാരിയുടെ വാക്ക് കേട്ടിട്ട്, പൊന്നൂൻ്റെ വാക്ക് കേട്ടിട്ട് അവൾക്ക് ക്രിസ്മസ് ട്രീ ഇത്തവണ വെച്ചേ പറ്റൂ, നമുക്ക് ക്രിസ്മസ് ഇത്തവണ ആഘോഷിക്കണം. എനിക്ക് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പണ്ടേ പ്ലാൻ ചെയ്തതാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കണമെന്ന്. കഴിഞ്ഞ വർഷമൊക്കെ സംഭവം ഒന്നും അങ്ങനെ ആഘോഷം ഇല്ലായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കാനാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. അവിടെ ചെന്നപ്പോൾ അത് തെറ്റി. ആൾ പറഞ്ഞ് വാങ്ങാമെന്ന് പറഞ്ഞ് പൊന്നും ഞാനും കൂടെ അവളും കൂടെ വാങ്ങി കൊണ്ടുവന്നിട്ട് ഇത് വെക്കാനായിട്ട് കാത്തിരുന്ന് അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനുള്ള സമയം കിട്ടിയത്. അപ്പം നമ്മൾ ഇന്ന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. ഈ പുൽക്കൂട് കെട്ടണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ മാത്രം പോരാ, എക്സാം ഇന്ന് അവന് 10ാം ക്ലാസ്സിലെ ക്രിസ്മസിൽ എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് ഓടി പിടിച്ച് തിരിച്ച് വന്നതാണ് നമ്മളെ ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളെ കണ്ണൻ യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന് അവസാനം വീട്ടിൽ വന്ന് എൻ്റെ ടീഷർട്ടും എടുത്ത് അടിച്ചു മാറ്റിയിട്ട് അവനെ പുൽക്കൂട് അവൻ തന്നെ അവന് കെട്ടണമെന്നാണ് ആഗ്രഹം. അപ്പം നമുക്ക് നേരെ ട്രീ ഉണ്ടാക്കാനായിട്ട് പോവാം. അമ്മ കണ്ടിട്ടുണ്ടോ? അമ്മ ക്രിസ്മസ് ട്രീ കണ്ടിട്ടില്ലേ? പണ്ട് കണ്ടിട്ടുണ്ടോ? കോവളത്തുള്ള സമയത്ത്. ഇപ്പം നമ്മളെ വീട്ടിൽ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചെയ്യുമ്പോഴും തന്നെ എനിക്കും അമ്മയ്ക്കും അച്ഛനും പൊന്നൂനും നമ്മുടെ കൂടെയുള്ള കണ്ണനും എല്ലാവർക്കും മനസ്സിലാവും. അപ്പം നമുക്ക് നേരെ അതിലോട്ട് പോവാം. നമ്മളെ ഇത്തവണ നമ്മൾ 4 പേരായി ഗൈസ്. കഴിഞ്ഞ വർഷം ഞാനും അമ്മയും, കഴിഞ്ഞ വർഷം അങ്ങനെ ആഘോഷം ഇല്ലായിരുന്നു. പുൽക്കൂട് സ്റ്റാർ പോലും സത്യം പറഞ്ഞാൽ വാങ്ങിയില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ആഘോഷിക്കണം എന്നുള്ളതിൽ
പെണ്ണിനെ ആദ്യം കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ 3 പേരുണ്ട്. ആദ്യം വിചാരിച്ചു ഞങ്ങൾ 2 പേര്, ഞാനും പൊന്നും മാത്രമേ കാണൂ ഡെക്കറേറ്റ് ചെയ്യാനെന്ന്. അപ്പോൾ ഈ പുൽക്കൂട് സെറ്റപ്പ് ഉള്ളതെന്ന് മനസ്സിലാക്കി ആ വാങ്ങിയതിൻ്റെ അന്ന് മുതലേ ഒരാൾ നമ്മളെ പിറകെ നടക്കുകയാണ്. അപ്പോൾ അവനും ഞാനും കൂടെ ആയിരിക്കും ഇത്തവണ, എന്തായാലും നിനക്ക് ഞാൻ തരില്ല കേട്ടോ, ഞാൻ തന്നെ ഇത് ഇളക്കും പുൽക്കൂട് സെറ്റ് ചെയ്യാൻ. അപ്പോൾ വാഗേഷ് നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് പോവാം. പുൽക്കൂട് ഇതാണ്. ഇതിൽ ഇനി ഉണ്ണി യേശുവിനെയും കുറച്ച് ഡെക്കറേറ്റും കാര്യങ്ങളും ലൈറ്റൊക്കെ വെക്കണം. പതുക്കെ വെക്കണം. ആദ്യമേ തന്നെ പറയാം, കൊച്ചു പിള്ളേർ എടുക്കുമ്പോൾ നശിപ്പിക്കരുത്. എൻ്റെ ആദ്യം ഉണ്ണി യേശുവിനെ നീ തറയിടാൻ ശ്രമിച്ച് അത് പൊട്ടിക്കാൻ നോക്കി, നടന്നില്ല. ഡെക്കറേറ്റിനുള്ള കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ആറ്റിങ്ങൽ ബെഡാ ബസാറിൽ നിന്ന് വാങ്ങി, പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്രിസ്മസ് അതാണ്ട് ഇത് നമ്മൾ പൊളിക്കുമല്ലേ. ഇതെവിടെ ഇരിക്കട്ടെ. ആദ്യം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുൽക്കൂട് പൊളിക്കണം. ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ പൊളിക്കണം. ഏത് അന്നെ അതിലിത് വേണ്ട, ഇത് കൊടുക്കണ്ട. നമുക്ക് നോക്കാം, കൊടുക്കേണ്ടി വരും. ഞാനും അതിനാണ് വാങ്ങിച്ചത്. ക്രിസ്മസ് ട്രീ കൊടുക്കേണ്ടി വരില്ല. ഇത് നമ്മളെ വേറെ സെറ്റപ്പാണ്, നിങ്ങൾ വിചാരിക്കുന്ന സെറ്റപ്പ് അല്ലേ. അങ്ങനെ നമ്മളെ ക്രിസ്മസ് ട്രീ പുറത്തേക്ക് വരികയാണ് ഗൈസ്. ഇറങ്ങി വാ. ഇതിൽ ആദ്യം സെറ്റ് പലരും ഒക്കെ പറഞ്ഞ സമയം എടുക്കുമെന്നാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും എത്ര സമയം എടുക്കും. അപ്പോൾ അതിനകത്ത് ഇപ്പം ആദ്യം നമ്മളെ സ്റ്റാൻഡ് മീൻസ് ചകൻ ഇങ്ങനെയൊക്കെ സ്റ്റാൻഡായി. ഈ സ്റ്റാൻഡിൻ്റെ കൂടെ ഒരു 3 ലോക്ക് ചെയ്യാനുള്ളൊരു 3 കീ വന്നിട്ടുണ്ട്. അത് ഈ 3 സൈഡിലായിട്ട് കൊടുക്കുമ്പോൾ ലോക്കാവുമെന്ന് തോന്നുന്നു. സംഭവം കൊള്ളാം കേട്ടോ. കൈ കഴിക്കുന്നു. ഇത് വിചാരിച്ച പോലെ അല്ല ഗൈസ്. എന്നെ കാട്ടിയുണ്ട് കേട്ടോ, എന്നെ കുറച്ചും കൂടെ ഉണ്ട്. എന്റെ ആഗ്രഹമായിരുന്നു എന്നെക്കാട്ടിയുള്ള ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കണമെന്ന്. അമ്മക്ക് ഇഷ്ടപ്പെട്ടാ? നിങ്ങൾ പോണ അവിടെ പോയി പണിയായി അയ്യടാ. ഇതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് എത്തി. എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി സ്റ്റാറും കൂടെ തൂക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ പുൽക്കൂടും പിന്നെ ക്രിസ്മസ് ട്രീ എല്ലാ സെറ്റപ്പും ആവും. ഇത് ലാസ്റ്റ് സ്റ്റാറും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഫുൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാമേ. നോക്കട്ടെ. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ്. അടിപൊളി. ഞാനിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പം എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഇത് കാണിക്കുന്നതായിരിക്കും. വാ കണ്ടിട്ട് വരാം. കാണാൻ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത് ചോദിക്കൂ. കണി ക്രിസ്മസിന്റെ കണി കാണിക്കട്ട. ടിങ്കിൾ ടിങ്കിൾ സംഭവം കൊള്ളാം. നമ്മളെ വീഡിയോ എടുക്കുന്ന പൊന്നുവാണേ. നോക്ക്, ക്രിസ്മസ് ആയിട്ട് നമ്മളെല്ലാവരും കൂടെ അടിപൊളിയായിട്ട് വിചാരിക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പാവം കഷ്ടപ്പെട്ടത് പൊന്നു. പിന്നെ ഉച്ചയ്ക്ക് പരീക്ഷയും കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന കണ്ണൻ. അച്ഛൻ ആദ്യമായിട്ടാണ് ഇത് കൊള്ളാന്ന് പറഞ്ഞത് കേട്ടോ. ഒരു സംഭവം കൊള്ളാന്ന് പറഞ്ഞ ആദ്യമായിട്ടാണ്. അമ്മ തൊഴുവണം തോന്നി. തൊഴുവണല്ല, തൊപ്പി എങ്ങനെയുണ്ട്? ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള പുൽക്കൂട് പിന്നെ ക്രിസ്മസ് ട്രീ എല്ലാം കൂടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഒരാഴ്ച മുന്നെയാണ് നമ്മളിതെല്ലാം വാങ്ങിയത്. പക്ഷേ
പൊന്നുവിന് വയ്യാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്നാണ് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ കണ്ണൻ പറഞ്ഞു ഞാനും കൂടെ വന്നിട്ട് മാത്രമേ ഇത് വെക്കാവൂ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ദിവസം വന്ന് അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രശ്നമായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അടുത്ത ദിവസം ഇന്ന് കണ്ണൻ എക്സാമും കഴിഞ്ഞ് ആ യൂണിഫോം ഇവിടെ വന്ന് എൻ്റെ ടീഷർട്ടാണ് എടുത്തേക്കുന്നത്. എക്സാമും കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്ന് അപ്പം നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അച്ഛൻ പോയിട്ടാ, അച്ഛൻ അങ്ങോട്ടും പോയി കണ്ടിട്ട് നമ്മൾ ഓടി വാ എല്ലാവരും ഓടി വാ. നമ്മളെ ക്രിസ്മസിന്റെ പുൽക്കൂട് ക്രിസ്മസ് ട്രീ മാറിയിരിക്കുന്ന കുറച്ച് ഗ്യാപ്പിട്ട് എല്ലാം നമ്മൾ സെറ്റാക്കി. ഇനി നമ്മുടെ ക്രിസ്മസ് ആഘോഷമാണ് സംഭവം. നമ്മള് ആദ്യമായിട്ടല്ലേ നമ്മള് ഇങ്ങനെ ആഘോഷിക്കണേ? ആദ്യമായിട്ട് പൊന്നു വന്നോണ്ടാണ് കേട്ടോ. പൊന്നുമാണ് ഇതിന്റെ ബാക്കിൽ നിന്ന പിൻകൈ അതിലോ മുൻകൈ. പൊന്നുമാണ് ഇതിന് മെയിൻ ആയിട്ട് നിന്നത്. അച്ഛൻ പക്ഷെ സാധാരണ രീതിയിൽ ഇങ്ങനെ നമ്മൾ നോക്കാത്തതാണ്. ഇത്തവണ ഞാൻ നോക്കിയപ്പോൾ പൊന്നുവിന്റെ സൈഡിൽ വന്നിരിക്കണം. ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാണിക്കണം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അതാ നമ്മുടെ എനിക്ക് ഈ സന്തോഷം കൊണ്ടിട്ടാണെങ്കിൽ എനിക്കാൻ വയ്യ ഉള്ളത് പറയല്ല. അതാ അടിപൊളി. ഇനി നമ്മളെ വീട്ടിന്റെ വെളിയിൽ നിന്നുള്ള അങ്ങനെ ഞാൻ കാണിച്ചു തരാമേ. അമ്മ തൊഴിലോടാ. അടിപൊളിയായി നമ്മളെ വീട് സെറ്റാക്കി ഗേസ് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ വേറൊരു വെറൈറ്റി ചെയ്തെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ റീത്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ. റീത്ത് ഇതാണ് ക്രിസ്മസ് റീത്ത്. നമ്മൾ ആ ഡോറിൻ്റെ അവിടെ ആയിട്ട് ചെറുതായിട്ട് ക്രിസ്മസിൻ്റെ റീത്ത് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കേൾക്കൊള്ളാമോ? നിനക്കുള്ളതല്ല. അപ്പൊ എല്ലായിടത്തും ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. റെഡി? ഭഗവാനെ കാത്തു രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് തൊഴുതു. ആ തൊപ്പി എനിക്ക് തരണം കേട്ടാ. തൊപ്പിയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു കൊടുത്ത കേസ്. എന്തായാലും നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരുക്കങ്ങൾ ഡെക്കറേഷനുകൾ എല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക. അപ്പം അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറയാ. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ടാറ്റ ഗൈസ്. ടാറ്റ പറയടാ.